ഹായ് ഹലോ. അപ്പോൾ ഇവിടുത്തെ ഐൻകൗഫിന് പോയൊരു വിശേഷമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഐൻകൗഫൻ മീൻസ് ഗ്രോസറി ഷോപ്പിങ്സ്. നാട്ടിലാകുമ്പോഴും സാധാരണ പോകാറുണ്ട്. ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അത്ര പാടൊന്നുമില്ല. അപ്പയായാലും അമ്മയായാലും ചെറുപ്പം മുതലേ കടയിലോട്ട് പ്രാക്ടീസ് ചെയ്യിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പോയി വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ വാങ്ങിച്ചത് കാണാം. ഹലോ. അപ്പോൾ ഇന്ന് ഓഫ് ആയതുകൊണ്ട് പർച്ചേസൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അപ്പോൾ എന്തൊക്കെ വാങ്ങിച്ചത് കാണിച്ചു തരാം. യാ. ഫസ്റ്റ് തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചത് കുറച്ച് ബോക്സാണ്. അതായത് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയത്. നമുക്കിപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ സെയിം പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ മറ്റുള്ളവർക്കായാലും അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. കാരണം നമ്മൾ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഉണ്ടാക്കിയിട്ട് അത് ഒരു ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ, കാരണം നമ്മുടെ ഡ്യൂട്ടി അത്രത്തോളം വരുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് അതാത് ദിവസത്തെ ഉണ്ടാക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ അത് കുറച്ച് എളുപ്പമായിരിക്കും നമുക്ക്. അപ്പോൾ കുറച്ച് ബോക്സസൊക്കെ വാങ്ങി. പിന്നെ ഇവിടെ മെയിനായിട്ടും കിട്ടുന്നൊരു സാധനമാണിത്. ഫ്രുസ്റ്റൻ മീൻസ് ഇത് ഷിങ്കൻ ഫ്ലൈഷ് ഫ്രൂസ്റ്റാണ്. ഓക്കെ. ഓക്കെ, ഇത് നമ്മൾ സാധാരണ എന്താ പറയുക, ചിക്കൻ കറിയൊക്കെ വയ്ക്കുന്ന പോലെ അങ്ങനെ വയ്ക്കാം. നല്ല ടേസ്റ്റിയാണ്. കാര്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വീണ്ടും എടുത്തത്. യാ. പിന്നെ ഇവിടെ വാങ്ങാൻ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ ഞാൻ കുറച്ച് ഡയറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് റൈസ് മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കിയേക്കുവാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് കിൻവ. യൂസ് ചെയ്യാറുണ്ട്. കിൻവ എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെ ഇരിക്കും കിൻവ. കിൻവ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചപ്പാത്തി യൂസ് ചെയ്യണം എന്നായിരുന്നു എനിക്ക്. പക്ഷേ ഇവിടെ ചോളത്തിൻ്റെ റൊട്ടിയാണ് കിട്ടുന്നത്. മീൻസ് ഇങ്ങനെ ഇരിക്കും, ഫുൾ കോൺ ആയിരിക്കും. ഓക്കെ. പിന്നെ മെയിനായിട്ട് ഞാൻ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ രാവിലെ നമ്മൾ എന്തെങ്കിലും ഓട്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാനായിട്ട് ഉപയോഗിക്കുന്നത് ഹാഫർ ഫ്ലോക്കിൻ്റെ ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ ബ്രാൻഡുള്ള ഓട്സാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ കുറച്ച് നട്ട്സ് മീൻസ് ബദാം, അങ്ങനെ കുറച്ച് എന്താ പറയുക, ഡേറ്റ്സ്, അങ്ങനെ കുറച്ച് നമ്മുടെ ബോഡിക്ക് നല്ല ന്യൂട്രീഷൻസ് കിട്ടുന്ന സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മിൽക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് പലതരം ഫാറ്റ്, ഹൈ ഫാറ്റ് തൊട്ട് ലോ ഫാറ്റ് വരെയുള്ള മിൽക്കുകൾ കിട്ടാം. ഞാൻ യൂസ് ചെയ്യുന്നത് 1.5% ഫാറ്റ് ഉള്ളതാണ്, അതായത് ഏറ്റവും ലോ ആയിട്ടുള്ള ഫാറ്റ് ഉള്ളതാണ്. പിന്നെ ലാക്ടോസ് ഫ്രൈ ആയിട്ട് കിട്ടുവാണെങ്കിൽ, അതായത് ലാക്ടോസ് ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ വരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ഡേ ടു ഡേ ലൈഫിൽ ഞാൻ സാലഡ്സ് യൂസ് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് വെയിറ്റ് കൺട്രോളിലാക്കണം, അങ്ങനെ ഓരോരോ എന്താ പറയുക ഡിസിഷൻസ് ഒക്കെ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ് കുക്കുംബറും ടൊമാറ്റോവും അതുപോലെ തന്നെ യോഗട്ടും. പിന്നെ അതിനകത്ത് കുറച്ച് പൊടികളൊക്കെ ചേർക്കും അങ്ങനെ. അപ്പോൾ അതിന് പറ്റിയ യോഗട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ടൊമാറ്റോ ഇവിടെ ഇങ്ങനെയാണ് കിട്ടുന്നത്, ബോക്സ് ആയിട്ടാണ് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെള്ളരി എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് കൂർക്കൻ എന്നാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് കിട്ടും. അവിടെയും കിട്ടുമായിരിക്കും, പക്ഷേ വില കൂടുതലോ കുറവായിരിക്കും, എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ വ്യത്യാസമുണ്ട്. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ് തണ്ണിമത്തൻ. ഞാനിവിടെ കണ്ടാലും എടുക്കും. അപ്പോൾ ഇന്നും പോയപ്പോൾ എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ എടുത്തു. പിന്നെ എടുത്തത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് സവോള. ഇവിടുത്തെ സവോളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, വെള്ള കളർ സവോളയാണ്. നമ്മുടെ നാട്ടിലെ പോലെ കളർഫുൾ അല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഉള്ളത് ഓണിയൻ, അത് സെയിം ഇതാണ്. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സാണ് എടുത്തത്. ഒരു ഗ്രീൻ ആപ്പിൾ എടുത്ത്, പിന്നെ ഒരു മാംഗോ, അതുപോലെ തന്നെ ഒരു പിയർ. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് പിയറാണെന്ന് തോന്നുന്നു, എനിക്ക് വലിയ പിടിയൊന്നുമില്ല, നോക്കട്ടെ. അത് തന്നെ പിയറാണ്. പിന്നെ ഒരു കിവി. അപ്പോൾ നമുക്ക് ഒരു 1.5 എന്താ വീക്കിലേക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇല്ലാത്തൊരു സാധനം, അതായത് ഷോപ്പിംഗ് ലിസ്റ്റിൽ ഇല്ലാത്തൊരു സാധനമാണ് ഇത്. ഇതെന്തോ ബെറിയാണ്, ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. ട്രൈസ്കോളസ് അങ്ങനെ എന്തോ ആണ്. ഇങ്ങനെ വരും ബെറി. ഈ ഫ്രൂട്ട്സ് ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ എടുത്തു. അങ്ങനെ കൂടുതലൊന്നും നമ്മൾ എടുത്തിട്ടില്ല, എല്ലാം നമ്മുടെ ലിസ്റ്റിൽ തന്നെ ഉള്ളതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് റൈസിനാണ്. ഓട്സിൻ്റെ കൂടെ റൈസിൻ നല്ലതായിരിക്കും, നമ്മുടെ സ്കിന്നിനും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു കാര്യമാണിത്. പിന്നെ എടുത്തത് മല്ലിയില. ഞാൻ മല്ലിയില ചട്നിയുടെ ഒരു ഫാനാണ്, അപ്പോൾ അതെടുത്തു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇറച്ചി, മീൻ, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കി നല്ല നീറ്റാക്കി കിട്ടും. അപ്പോൾ ഞാൻ ചെമ്മീൻ്റെ ഒരു പാക്കറ്റ് എടുത്തു. ഇത്
പിന്നെ എടുത്ത 2 ഫ്രൂട്ട്സാണ് ആപ്പിൾ പിന്നെ ഡയറ്റ് യൂസ് എടുക്കുന്നവർ മെയിനായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് ആപ്പിൾ. പിന്നെ കുറച്ച് ഗ്രേപ്സ് എടുത്തു. പിന്നെ ഇവിടെ ഞാൻ ഈ നമുക്ക് കറികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന പൊടികൾ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ബൗളല്ല, ഒരു ബിൻ പോലത്തെ സംഭവമാണ്. ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതൊരു 3ൻ്റെ ഒരു പാക്കാണിത്. ഇതും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തത് എഗ്ഗാണ്. ഇവിടുത്തെ എഗ്ഗൊക്കെ ഇങ്ങനെ ബോക്സ് റാപ്പായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് ഒരു സെറ്റിൽ 10 നമ്പറാണുള്ളത്. പിന്നെ ഇവിടെ എനിക്ക് മെയിനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ വന്നേ പിന്നെ എനിക്ക് മുടി കൊഴിയുന്നുണ്ട്. മീൻസ് ആദ്യമൊന്നും കൊഴിയില്ലായിരുന്നു, പക്ഷേ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. അതായത് ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലോട്ട് മാറുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും അത് സംഭവിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനെടുക്കേണ്ട പ്രിക്കോഷനാണ് ബയോട്ടിൻ 5 mg എടുത്താൽ മതിയാവും. പക്ഷേ എടുക്കുന്നവർ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എടുക്കുക, വെറുതെ കൊണ്ടുപോയി കഴിക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഷോപ്പിംഗ് ലിസ്റ്റിൽ നിന്നുള്ളത്. ആകെ 1-2 ഐറ്റമാണ് ഞാൻ എഴുതാതെ ലിസ്റ്റിലുണ്ടായിരുന്ന ഫ്രൂട്ട്സായിട്ട് വാങ്ങിയത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഷോപ്പിംഗ് ലിസ്റ്റ്. അപ്പം ബൈ.